2025 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ആഗോളതലത്തിൽ സൈനിക ശക്തിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണുള്ളത്. ഇന്ത്യയുടെ സൈനിക ശക്തിയിലെ വളർച്ചയുടെ പ്രതിഫലനമാണിത്. എന്നാൽ 2024 റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ 2025 12ാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈനിക ശക്തിയിലുണ്ടായ വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പൂർണ്ണസമയ സൈനികരുടെ എണ്ണത്തിലും ഇന്ത്യയാണ് മുന്നിൽ. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം 14 ലക്ഷമാണ് ഇന്ത്യയിലെ പൂർണ്ണസമയ സൈനികരുടെ എണ്ണം. പാകിസ്ഥാന് 6,54,800 പൂർണ്ണസമയ സൈനികർ മാത്രമേ ഉള്ളൂ. ഇതിന് പുറമെ ഇന്ത്യക്ക് 11 ലക്ഷം റിസർവ് സൈനികരുണ്ടെങ്കിൽ പാകിസ്ഥാന് 5.5 ലക്ഷം റിസർവ് സൈനികർ മാത്രമാണുള്ളത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അർദ്ധസൈനിക വിഭാഗത്തിൽ ഇന്ത്യക്ക് 25 ലക്ഷം പാരാമിലിറ്ററി സൈനിക ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ പാകിസ്ഥാന് 5 ലക്ഷം അർദ്ധസൈനികർ മാത്രമേ ഉള്ളൂ എന്നുകൂടി കാണുക. ഇന്ത്യയുടെ സൈനിക ബജറ്റ് $78 ബില്യൺ പാകിസ്ഥാന്റേത് $7.64 ബില്യൺ മാത്രമാണ്. കരസേനയിൽ ഇന്ത്യയുടെ കൈവശം 4201 ടാങ്കുകൾ മാത്രമുള്ളതെങ്കിൽ പാകിസ്ഥാന്റെ കൈവശം 2627 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ എന്നുകൂടി കാണുക. ഇനി പീരങ്കിപ്പടയുടെ കാര്യം കൂടി നോക്കാം. പീരങ്കിപ്പടയുടെ കണക്കിലും ഇന്ത്യയാണ് മുന്നിൽ. ഇന്ത്യക്ക് 3975 യൂണിറ്റുകളാണ് ഉള്ളതെങ്കിൽ പാകിസ്ഥാന് 2629 യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുകൂടി അറിയുക. ഇനി കവചിത വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 1,48,594 കവചിത വാഹനങ്ങളുണ്ട്. പാകിസ്ഥാന് 17,517 മാത്രമേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഇതുവരെ പരിശോധിച്ചതിൽ എല്ലാ വിഭാഗത്തിലും ഇന്ത്യയാണ് പാകിസ്ഥാനേക്കാൾ മുന്നിൽ. പക്ഷേ മൊബൈൽ റോക്കറ്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് പാകിസ്ഥാൻ എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യക്ക് 264 മൊബൈൽ റോക്കറ്റ് സിസ്റ്റം മാത്രമാണുള്ളത് എന്നുകൂടി അറിയുക. പാകിസ്ഥാൻ പക്ഷേ 600 യൂണിറ്റുകളുണ്ട്. ഇനി വ്യോമശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. യുദ്ധവിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും അടക്കം ഇന്ത്യക്ക് 2229 വിമാനങ്ങളാണുള്ളത്. പാകിസ്ഥാന് കൈവശം 1399 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് 513 യുദ്ധവിമാനങ്ങൾ ഉണ്ട്. പാകിസ്ഥാന് നോക്കുക 328 എണ്ണം മാത്രം. ഇനി ഇന്ത്യക്ക് 80 യുദ്ധ ഹെലികോപ്റ്ററുകൾ ഉണ്ട് എന്നുകൂടി കണക്കുകൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ കൈവശം 57 എണ്ണം മാത്രമേ ഉള്ളൂ. നമുക്കിനി നാവികശക്തി നോക്കാം. നാവികശക്തിയിൽ വിമാനവാഹിനി കപ്പലുകളും ഡിസ്ട്രോയറുകളും മുങ്ങിക്കപ്പലുകളും അടക്കം ഇന്ത്യയുടെ കൈവശം 293 കപ്പലുകളുണ്ട്. ഫ്രിഗേറ്റുകളും മുങ്ങിക്കപ്പലുകളും അടക്കം പാകിസ്ഥാന്റെ കൈവശം 121 കപ്പലുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് 18 മുങ്ങിക്കപ്പലുകളുണ്ടെങ്കിൽ പാകിസ്ഥാന് 8 എണ്ണം മാത്രം. ഇന്ത്യക്ക് 13 ഡിസ്ട്രോയറുകളുണ്ടെങ്കിൽ പാകിസ്ഥാന് ഒന്നുപോലുമില്ല എന്നുകൂടി മനസ്സിലാക്കുക. അണ്വായുധ ശക്തിയാണ് എന്ന ഓർമ്മ വേണം എന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ വെല്ലുവിളി. എങ്കിൽ ആ കണക്കും കൂടി നോക്കാം. ആണവായുധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിന്റെ 2025 വേൾഡ് ന്യൂക്ലിയർ ഫോഴ്സസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ കൈവശം 180 ആണവായുധങ്ങളാണ് ഉള്ളതെങ്കിൽ പാകിസ്ഥാന്റെ കൈവശം 170 ആണവായുധങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക്. സൈനിക ശക്തിയുടെ കാര്യത്തിൽ ബലാബലം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് എന്ന് വ്യക്തം. ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയുടെ പേരാണ് ഇന്ത്യ.